നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. പലപ്പോഴും നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ പണവും ഒരൊറ്റ കാരണം കൊണ്ട് മുഴുവൻ വാനിഷായി പോകാറുണ്ട്. ഏതാണ് കാരണം? ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് കൂലി വേലകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു 90% ആൾക്കാർ, ഒരു 75% എങ്കിലും മിനിമം ഉണ്ടാവും. അവർക്കൊന്നും വലിയ രീതിയിൽ എമൗണ്ട് ഒക്കെ കൊടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല. എന്നാൽ അവരെ കൊണ്ട് 20 രൂപ മുടക്കാൻ പറ്റുമോ? 20 രൂപ മുടക്കി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് PM സുരക്ഷാ ബീമ യോജനയെ കുറിച്ചാണ്. വെറും 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്. സോ എന്താണ് PMSBY? ഇതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതിയാണ്. സർക്കാരിന് അറിയാം, ഇതുപോലെ പല കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ലൈഫ് തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ, അവരുടെ മുഴുവൻ സമ്പാദ്യം പോകുന്ന അവസ്ഥ. അപ്പൊ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ നേരിട്ടിറങ്ങിയിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയാണിത്. ഏറ്റവും കുറഞ്ഞ പ്രീമിയം എന്നതാണ് അഡ്വാൻറ്റേജ്. 20 രൂപ ഏതൊരാൾക്കും എടുക്കാൻ പറ്റും. 20 രൂപ എടുക്കാൻ പറ്റാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ 20 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ 20 രൂപയെങ്കിലും കൊടുക്കും. നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു സംഘടനയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, കോളേജിൽ പഠിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു 3, 4, 5 ഫ്രണ്ട്സ് ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പറയണം, എന്റെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും 20 രൂപയുടെ ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കാം. PMSBYയിൽ മെമ്പർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർ മെമ്പർ ആവണം. അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരും എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 20 രൂപയെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ പലരെയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ എടുക്കാൻ പറ്റാത്തവരെ. കാരണം എന്താ പറയുക, അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറെ ആൾക്കാർ പൈസയൊക്കെ പിരിച്ച് അന്നേരം നമ്മൾ 20 രൂപയ്ക്ക് പകരം നമ്മൾ ഓരോ ആൾക്കാരിൽ നിന്ന് പിരിക്കേണ്ട വലിയ എമൗണ്ട് 500, 1000, 2000 രൂപയ്ക്ക് പിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നം എല്ലാവർക്കും 99% ആൾക്കാർക്കും വരും എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിച്ച രീതിയിൽ നമ്മൾ എല്ലാവരോടും പറയാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, 20 രൂപ മാത്രമേ നിങ്ങൾ ചെയ്യുക. 20 എടുക്കാൻ പറ്റാത്ത കുടുംബം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ഒരു ചെറിയ സഹായം ചെയ്യാം. ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞത്. സോ ഇത് എല്ലാ ആൾക്കാർക്കും വളരെ ആശ്വാസമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് പദ്ധതിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വേറെ ആരും മീഡിയേറ്ററിന്റെ ആവശ്യകത ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിന്റെ യോഗ്യതകൾ മനസ്സിലാക്കാം. നിങ്ങളുടെ വയസ്സ് 18-നും 70-നും ഇടയിലായിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഏജ് നോക്കുക. 65, 50, 30, 40 ഇങ്ങനെയുള്ള വയസ്സുണ്ടാവും. 18-നും 70-നും ഇടയിൽ വയസ്സുള്ളവർ ആൾക്കാർക്ക് മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നമ്പർ 2, ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പൊ പലതരത്തിലുള്ള പെൻഷൻ സ്കീമുകൾ എല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന അക്കൗണ്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിൽ അവരുടെ ആധാർ കാർഡ് കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. നിങ്ങളുടെ വീട്ടിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ ആ പാരന്റ്സിന് ഈ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് എടുപ്പിക്കണം. അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറും കണക്റ്റഡ് ആക്കിയിട്ട് അവരോട് പോയിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും എടുക്കാൻ പറഞ്ഞു. മുഴുവൻ ആൾക്കാരോടും നിങ്ങൾ എടുക്കാൻ നിർബന്ധമായിട്ട് പറഞ്ഞു. ഇനി പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. അടുത്തായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെ നമുക്ക് ചേരാം. എൻറോൾമെന്റ് ആണ്. നമ്പർ 1, നേരിട്ട് ബാങ്കിൽ പോവുക. ബാങ്കിൽ ഇപ്പോൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കനറ ബാങ്കാണ് അക്കൗണ്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. എന്റെ കനറ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ, ബ്രാഞ്ചിലെ ഓരോ സ്റ്റാഫ് ഇരിക്കുന്നതിന്റെ സൈഡിൽ ഒരു A4 ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 20 രൂപീസിന്റെ ഇൻഷുറൻസ് PMSBY എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് അപ്പൊ തന്നെ ഒരു ഫോം ഉണ്ട്. ബാങ്കിൽ തന്നെ ഫോം തരും. ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് 20 രൂപ ഡെബിറ്റ് ആയി പോകും. ഓർക്കുക, ഓരോ വർഷവും 20 രൂപ ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവും. നിങ്ങൾ പ്രത്യേകിച്ച് വേറെ പൈസയോ കാര്യങ്ങളും കൊടുക്കേണ്ട, റിന്യൂവലിനെ കുറിച്ച് ചിന്തിക്കേണ്ട. 20 രൂപ എപ്പോഴും അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ബെറ്റർ ആയിരിക്കും. ഒരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാം. ഒരു ചാർജും കാര്യങ്ങളും ഇല്ലാത്ത, ഇനി അക്കൗണ്ട് ഇല്ലാത്തവർ ATM കാർഡ്, ചെക്ക് ബുക്ക് അങ്ങനെയുള്ള ഒരു പരിപാടിയും വെക്കരുത്. ഒന്നും എടുക്കരുത്. SMS ചാർജ് പോലും വേണ്ട എന്ന് പറഞ്ഞാൽ SMS ഫ്രീ ആണ് മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട ഇമെയിൽ വരട്ടെ എന്ന രീതിയിൽ കൊടുക്കുക. കൊടുത്തിട്ട് അതിനകത്ത് ഒരു 100 രൂപ ഇട്ട് വെക്കുക. 100 രൂപ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്കായി. അല്ലെങ്കിൽ ഒരു 200 രൂപ ഇട്ട് വെച്ചാൽ 10 കൊല്ലത്തേക്കായി. 10 കൊല്ലത്തേക്കായി എമൗണ്ട് അവിടെ ആയി. അങ്ങനെ എടുത്ത് നിങ്ങൾ വെക്കുക. ഒരു 30 കൊല്ലത്തേക്കാണ് ഒരു എമൗണ്ട് ഇട്ട് വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക് 20 രൂപ വെച്ചിട്ട് അവിടുന്ന് ഡെബിറ്റ് ആയിക്കോളും. മാത്രമല്ല ഈ എമൗണ്ടിന് ഒരു വർഷത്തേക്ക് ബാങ്കിന് ഒരു സർട്ടൻ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ ചെറിയൊരു പെർസെന്റേജ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചാർജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോയിക്കോളും. മെത്തേഡ് നമ്പർ 2, നെറ്റ് ബാങ്കിങ് മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടാവും പലർക്കും, കുറച്ചുകൂടി അറിയുന്നവർ. അപ്പോൾ മൊബൈൽ ആപ്പിലും നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഓട്ടോമാറ്റഡ് ആയി ഡെബിറ്റ് ആയിക്കോളും. ഫസ്റ്റ് ഒരു സ്റ്റേജ് മാത്രമാണ് നമുക്ക് ഫോം കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ നമ്പർ 3 എന്ന് പറഞ്ഞത് ചില ബാങ്കുകളുടെ SMS സിസ്റ്റം വഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. ഇനി ഇതിന്റെ ചെലവും നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആകെ ചെലവ് വരുന്നത് 20 രൂപയാണ്. ഒരു വർഷത്തേക്കാണ് 20 രൂപ ചെലവ് വരുന്നത്. കവറേജ് 2 ലക്ഷം രൂപ വരെ. നമ്മൾ ആക്സിഡന്റിലായിട്ട് നമുക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ പൂർണ്ണ വൈകല്യം നമ്മൾ സംഭവിച്ചിട്ടുണ്ട്
വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടും. പൂർണ്ണ വൈകല്യം ഒന്നെങ്കിൽ സംഭവിക്കണം, അല്ലെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 2 lakh rupees കിട്ടും. ഇനി അല്ല, നമുക്ക് പാർഷ്യൽ ഡിസബിലിറ്റി ആണെങ്കിൽ 1 lakh rupees നമുക്ക് കിട്ടും. നെറ്റ് ബെനിഫിറ്റ് ഒരു ചെറിയ തുകയ്ക്ക് വലിയ സുരക്ഷ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് ആക്സിഡന്റൽ പോളിസി അല്ലേ, എന്നാൽ ഹെൽത്ത് ഉണ്ടാവും. ഒബിയസ്ലി ഹെൽത്ത് റിലേറ്റ് ചെയ്തുള്ള പോളിസി ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ അതിന്റെ കോസ്റ്റ്, അതെങ്ങനെ ചെയ്യുന്നു, ഓട്ടോ ഡെബിറ്റ് എങ്ങനെ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 20 രൂപയ്ക്ക് എല്ലാവരും എടുത്തു വെക്കണം. സർക്കാർ ഇത്രയും നമ്മൾ ടാക്സ് ഒക്കെ അടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമുക്ക് സർക്കാർ തിരിച്ചു തരുന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ക്ലെയിം നടപടികളെ കുറിച്ച് നമുക്ക് നോക്കാം. 30 ദിവസം കൊണ്ട് ബാങ്കിനെ അറിയിക്കണം. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ 30 ദിവസം കൊണ്ട് ബാങ്കിനെ അറിയിക്കണം. ഒരു അപേക്ഷ ഫോം ഉണ്ട്, ക്ലെയിം ഫോം, അത് പൂരിപ്പിച്ച് അവിടെ കൊടുക്കണം. FIR പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് നമ്മൾക്ക് ഹാജരാക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ കേസ് ആയി കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവും, കേസ് ആയിട്ടുണ്ടാവും, അത് FIRന്റെ ഒരു കോപ്പി, ഓർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു റിപ്പോർട്ട് കോപ്പി കൊടുക്കണം. ഡിസബിലിറ്റി ആയെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, വൈകല്യമാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ കൊടുക്കണം. നോമിനിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലെയിം ചെയ്യാൻ നമുക്ക് പറ്റും. നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. ഇന്നേ നിങ്ങളുടെ ബാങ്കിനെ അന്വേഷിക്കുക. ബാങ്കിൽ പോവുക, ഇപ്പൊ തന്നെ പോവുക, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് തുറക്കുക, ചെയ്യാം. സോ ഇതറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലെ, ഫേസ്ബുക്കിലെ എല്ലായിടത്തേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുന്നു. എന്താ അഭിപ്രായം? നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി മെഡിക്കൽ ഇൻഷുറൻസിന്റെ പദ്ധതി വേണമെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സൈനിങ് ഓഫ്. ബൈ.